നമസ്കാരം. നമ്മൾ എ സി ജനറേറ്ററിനെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെട്ടത്. എ സി ജനറേറ്ററിന് എന്തിനെക്കുറിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ്? അതിൻ്റെ പ്രവർത്തന തത്വം ഏതാണ്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുത കാന്തിക പ്രേരണ തത്വം. അതിനെ അടിസ്ഥാനമാക്കിയാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു ആക്ടിവിറ്റി, അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ ഒരു ആക്ടിവിറ്റി കണ്ടതിന് ശേഷം നമുക്ക് ഈ പാഠഭാഗത്തേക്ക് കടക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി ആദ്യം ഒന്ന് കാണുക. ഒരു എ സി ജനറേറ്ററിൻ്റെ മോഡലാണ് ഇവിടെ നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. ഈ NS എന്ന് പറയുന്നത് ഫീൽഡ് മാഗ്നറ്റ് ആണ്. ഇതാണ് എ സി ജനറേറ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഫീൽഡ് മാഗ്നറ്റ് ആണ്. എന്തിനാണ് ഫീൽഡ് മാഗ്നറ്റ് ഉപയോഗിക്കുന്നത്? ഫീൽഡ് മാഗ്നറ്റ് ഈസ് യൂസ്ഡ് ടു ജനറേറ്റ് എ മാഗ്നറ്റിക് ഫീൽഡ്. അതിന് വേണ്ടിയാണ് ഫീൽഡ് മാഗ്നറ്റ് ഉപയോഗിക്കുന്നത്. ദ സെക്കൻഡ് പാർട്ട് ഈസ് ഇൻ ദിസ് മോഡൽ ഈസ് എൻ ആർമേച്ചർ. ഇതാണ് ഇതിൻ്റെ ആർമേച്ചർ. ആർമേച്ചർ റെക്ടാങ്കുലർ ഷേപ്പാണ്. ദിസ് ഇസ് ദ ഇൻസുലേറ്റഡ് കോപ്പർ ആർ വൗണ്ട് ഓൺ ദി സോഫ്റ്റ് അയൺ കോർ. അതാണ് ആർമേച്ചർ. ദിസ് ആർമേച്ചർ ക്യാൻ ബി റൊട്ടേറ്റഡ് ബേസ്ഡ് ഓൺ എ കോമൺ ആക്സിസ്. ഒരു കോമൺ ആക്സിസിന് ബേസ് ചെയ്ത് ഇത് നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ദ തേർഡ് പാർട്ട് ഓഫ് ദ എ സി ജനറേറ്റർ ഈസ് ദ സ്ലിപ്പ് റിങ്സ്. ഇതാണ് സ്ലിപ്പ് റിങ്സ് ആണ്. ദ സ്ലിപ്പ് റിങ്സ് ആർ വെൽഡഡ് വിത്ത് ദ ആർമേച്ചർ. ആർമേച്ചറുമായിട്ട് അത് വെൽഡ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ആർമേച്ചർ കറങ്ങുന്നതിൻ്റെ കൂടെ തന്നെ ആരും കറങ്ങും? ഈ സ്ലിപ്പ് റിങ്ങും കറങ്ങും. ഇത് സ്ലിപ്പാണ്, വാക്ക് ശ്രദ്ധിക്കുക, സ്പ്ലിറ്റ് അല്ല. സ്ലിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇസ് എ കംപ്ലീറ്റ് സർക്കുലർ ഷേപ്പാണ്. ഇത് കംപ്ലീറ്റ് സർക്കുലർ ഷേപ്പാണ്. സ്ലിപ്പ് റിംഗ് ആണ് ഇതിന് ഉദ്ദേശിക്കുന്നത്. സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടുവേ അത് ഹാഫായിട്ട് മാറും, സെമി സർക്കുലർ റിംഗ് ആവും. ഇത് സ്ലിപ്പ് റിംഗ് ആണ്. അപ്പോൾ 2 സ്ലിപ്പ് റിങ്ങുകളുണ്ട്. നാലാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ബ്രഷാണ്. ബ്രഷ് ഈ മോഡലിൽ നമ്മൾ കാണിച്ചിട്ടില്ല. അതിൻ്റെ പ്രായോഗികമായ ബുദ്ധിമുട്ട് കൊണ്ട് ബ്രഷ് കാണിച്ചിട്ടില്ല. ഇത് AB എന്ന ഭാഗമായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ABCD ഇതാണ് ആർമേച്ചറിൻ്റെ പേര്. ഈ ചുമന്ന ഭാഗമാണ് AB. ഇതിൻ്റെ ഗ്രീൻ ഭാഗം നമ്മൾ CD ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ AB, ഈ ആർമേച്ചറിൻ്റെ AB എന്ന് പറയുന്നത് എന്താണ്? ഈ താഴെ കാണിച്ച റെഡ് കളറിലുള്ളതാണ് AB, ഗ്രീൻ കളറിലുള്ളതാണ് CD. അപ്പോൾ ഇതിൻ്റെ പേര് നമുക്ക് ഇങ്ങനെ കൊടുക്കാം: ദ ആർമേച്ചർ ABCD. ഇത് AB ആയിട്ട് എടുക്കണം, ഇത് CD ആയിട്ട് എടുക്കണം. AB ഈ കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ? ABയുടെ ഈ സ്ലിപ്പ് റിംഗ് കോണ്ടാക്ട് ചെയ്തിട്ട് ബ്രഷ് ഇവിടെ ഉണ്ട്. ആ ബ്രഷാണ് B1. നിങ്ങൾക്ക് ചിത്രത്തിലും കൃത്യമായിട്ട് കാണാൻ പറ്റും. ബ്രഷ് B1 ആണ്. ഈ CD കോണ്ടാക്ട് ചെയ്തിരിക്കുന്നതിൻ്റെ നീളം കുറവായിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത് ബ്രഷ് B2. ക്ലിയർ ആണല്ലോ? ഇത് ബ്രഷ് B1, ഇത് ബ്രഷ് B2. ഇത് എപ്പോഴും ഒരേ ബ്രഷുമായിട്ട് കോണ്ടാക്ട് ആയിരിക്കും. കാരണം ഇത് ഓൾവേസ് AB, ദ സ്ലിപ്പ് റിംഗ് ഓഫ് AB ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ബ്രഷ് B1 ആൻഡ് ഓൾവേസ് ദ സ്ലിപ്പ് റിംഗ് ഓഫ് CD ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ബ്രഷ് B2 എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ബ്രഷ് ഉള്ള കാര്യം നിങ്ങൾ വിചാരിച്ചോളണം. അപ്പോൾ ഈ ബ്രഷ് ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് എന്തിനാണ് ബ്രഷ് ഉപയോഗിക്കുന്നത്? The brushes are graphite brushes which are used to take the current in the external circuit. External circuitലേക്ക് കറണ്ട് എടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ബ്രഷസ്. അപ്പോൾ AB is in contact with B1 and B2 CD is in contact with B2 ബ്രഷ്. ഈ ബ്രഷിൻ്റെ പൊസിഷൻ ഒരിക്കലും മാറില്ല എന്ന് ശ്രദ്ധിച്ചോളൂ. ഇത് ഫുൾ റൊട്ടേറ്റ് ചെയ്യുമ്പോഴും AB ഓൾവേസ് ഇൻ കോണ്ടാക്ട് വിത്ത് ഏതായിരിക്കും? B1 എന്ന ബ്രഷ് ആയിരിക്കും. And CD is always, the slip ring of CD is always in contact with the brush B2 എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. That is when this the armature is rotating, we can see that the slip ring of AB is always in contact with the brush B1 and the slip ring of CD is always in contact with the brush B2 എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ പൊസിഷൻ ഞാൻ ഇങ്ങനെ പിടിക്കണം. യു ക്യാൻ സീ ദാറ്റ് നൗ ദി ആർമേച്ചർ, the plane of the armature is perpendicular to the magnetic lines of force. ക്ലിയർ അല്ലേ? നോക്കിയേ, the plane of the armature ഇതാണ് ABCD എന്ന ആർമേച്ചറിൻ്റെ പ്ലെയിൻ. നമ്മൾ നോക്കുക, ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. നൗ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ ഈ ആർമേച്ചർ കട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഇല്ല, കട്ട് ചെയ്യുന്നില്ല. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ത് ചെയ്യുന്നു? അതിൽ കൂടി കടന്നു പോകുന്നുണ്ട്, പൂർണ്ണമായിട്ട് കടന്നു പോകുന്നുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തിയറി അനുസരിച്ച് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകണമെങ്കിൽ
മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ ആര് കട്ട് ചെയ്യണം? ആർമേച്ചർ കട്ട് ചെയ്യണം. ഇവിടെ ആർമേച്ചർ കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടുത്തെ കറണ്ട് എത്രയായിരിക്കും? 0 കറണ്ട് ആയിരിക്കും. ഓക്കെ, നൗ അപ്പോൾ ഇവിടെ കറണ്ട് 0 ആണ്. നൗ നമ്മൾ ശ്രദ്ധിക്കുക, ദിസ് ആർമേച്ചർ ഈസ് റൊട്ടേറ്റിംഗ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണെന്ന് കരുതുക. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എ ബി മുകളിലേക്ക് വരികയും എ ബി ആണ് മുകളിലേക്ക്, ഇത് അതിനുശേഷം റൊട്ടേറ്റ് ചെയ്യുക, എ ബി മുകളിലേക്കും സി ഡി എങ്ങോട്ട് വരുന്നു? താഴേക്കും വരുന്നു. അപ്പോൾ ഈ നമുക്ക് ഡയറക്ഷൻ ഓഫ് കറണ്ട് എ ബിയിലും സി ഡിയിലും എങ്ങനെയായിരിക്കും? അക്കോർഡിംഗ് ടു ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഞാൻ എ ബി ആണ് ആദ്യം എടുക്കുന്നത്. അക്കോർഡിംഗ് ടു എ ബി ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ എ ബി എങ്ങനെയായിരിക്കും? ഇതാണ് എ ബി, യു ക്യാൻ സീ ദാറ്റ്. ഇത് എ ബി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഇത് സി ഡി ആണ്. അപ്പോൾ എങ്ങനെയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ? എങ്ങനെയാണ്? ഇതാണ്. ദാറ്റ് ഫോർഫിംഗർ റെപ്രസെന്റ് ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ് ആൻഡ് ദ തമ്പ് റെപ്രസെന്റ് ദ ഡയറക്ഷൻ ഓഫ് ദ മോഷൻ ഓഫ് ദി എ ബി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കറന്റിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? എയിൽ നിന്ന് ബിയിലേക്കായിരിക്കും. ഇതാണ് കറന്റിന്റെ ഡയറക്ഷൻ. ഓക്കെ, യു ക്യാൻ സീ ദാറ്റ്. ഇത് ഫോർഫിംഗർ റെപ്രസെന്റ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് ടു സൗത്ത് ആൻഡ് ദ തമ്പ് റെപ്രസെന്റ് the direction of AB because AB is moving, the armature is moving in the clockwise. So AB coming in the upward direction. So the middle finger represents the direction of the current. അപ്പോൾ എങ്ങനെയായിരിക്കും കറണ്ടിന്റെ ഡയറക്ഷൻ? എയിൽ നിന്ന് ബിയിലേക്ക് ആയിരിക്കും. അപ്പോൾ ഇത് എങ്ങോട്ട് പോകുന്നു? മുകളിലേക്ക് വരുന്നു. അപ്പോൾ ഇവിടുത്തെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇത് താഴോട്ടല്ല പോകുന്നത്. ഇത് എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ ഇവിടെ എങ്ങനെയായിരിക്കും? സിയിൽ നിന്ന് ഡിയിലേക്ക് ആയിരിക്കും. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ? ഇത് മുകളിലേക്ക് വരുമ്പോൾ ഇത് അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു. ഇത് താഴേക്ക് പോകുമ്പോൾ ഡയറക്ഷൻ ഇതേ ഡയറക്ഷൻ ആയിരിക്കില്ല, ഓപ്പോസിറ്റ് ആയിരിക്കും. അക്കോർഡിംഗ് ടു ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ സിയിൽ നിന്ന് ഡിയിലേക്ക് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒന്നുകൂടി പറയാം, ഇത് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആർമേച്ചറിന്റെ കറണ്ട് ഒഴുകുന്നത് എങ്ങനെയാണ്? എയിൽ നിന്ന് ബിയിൽ നിന്ന് സിയിൽ നിന്ന് ഡിയിലേക്ക്. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ നമുക്ക് കറണ്ട് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? ഒന്ന് നോക്കി, എക്സ്റ്റേണൽ സർക്യൂട്ട് ഇതേതാണ്? സി ഡി. സി ഡി ഈസ് ഓൾവേസ് ഇൻ കോൺടാക്ട് വിത്ത് ബ്രഷ് B2 ആൻഡ് എ ബി ഓൾവേസ് ഇൻ കോൺടാക്ട് വിത്ത് ബ്രഷ് B1. അപ്പോൾ കറണ്ട് എങ്ങനെയാണ് തന്നെ? എയിൽ നിന്ന് ബിയിൽ നിന്ന് സിയിൽ നിന്ന് ഡിയിൽ നിന്ന് ഇവിടെ വരികയാണ്. അപ്പോൾ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ എങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്? B2വിൽ നിന്ന് ബ്രഷ് B2വിൽ നിന്ന് ബ്രഷ് B1ലേക്കായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയി. ഇനി നോ യു സി, നമ്മൾ ഇത് പതിയെ മൂവ് ചെയ്ത് പരമാവധി എത്ര ഡിഗ്രി കറങ്ങി? 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. ഈ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് ദ ആർമേച്ചർ കട്ടിങ് the maximum number of magnetic lines of force. Maximum number of magnetic lines of force എന്ത് ചെയ്യുന്നു? ആർമേച്ചർ കട്ട് ചെയ്യുന്നു. ഇങ്ങനെ ആർമേച്ചർ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് മാക്സിമം കട്ട് ചെയ്യുമ്പോൾ അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടിന്റെ അളവ് എന്ത് ചെയ്യും? മാക്സിമം ആവും അല്ലെ? മാക്സിമം ഇൻഡ്യൂസ്ഡ് കറണ്ട് ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, the slip ring of CD is in contact with the B2 and this slip ring of AB is in contact with the brush B1. കറണ്ട് ഡയറക്ഷൻ എങ്ങനെയാണ്? B2വിൽ നിന്ന് എങ്ങോട്ടാണ്? B1ലേക്ക്. ഓക്കെ, സി ഇപ്പോൾ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് മാക്സിമം കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എങ്ങനെയായിരിക്കും? പരമാവധി ആയിരിക്കും. വീണ്ടും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ യു സീ ദാറ്റ് ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് വീണ്ടും മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എങ്ങനെയായി? മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് വീണ്ടും ആർമേച്ചറിന് എന്തായിട്ട് വന്നു? പെർപെൻഡിക്കുലർ ആയിട്ട് വന്നു. ദാറ്റ് മീൻസ് ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഒട്ടും തന്നെ കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ കറണ്ട് എന്തായി? മാക്സിമത്തിൽ നിന്ന് വീണ്ടും 0യിലേക്ക് കറണ്ട് പോയി. ബിക്കോസ് ഇവിടെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഫ്രീ ആയിട്ട് കടന്നു പോകുന്നു. കട്ട് ചെയ്യുന്നത് വളരെ വളരെ കുറവാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോഴും ബ്രഷ് എന്താണ്? എ ബി ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ഏതാണ്? AB is in contact with the brush B1 and CD is in contact with the brush B2. Now again, ഇപ്പോൾ 180 ഡിഗ്രി തിരിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും, ഈ ചുമപ്പ് കളറുള്ള ഭാഗമാണ് AB-യുടെ കാണിച്ചിരിക്കുന്നത്. അത് മുകളിലും എത്തി. CD നേരത്തെ മുകളിലായിരുന്നു, അതെവിടെ വന്നു? താഴെ വന്നു. അതിനു വേണ്ടിയാണ് ഞാൻ കളർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പച്ച ഭാഗം താഴെ വന്നു, ചുവന്ന ഭാഗം എവിടെ വന്നു? AB ഭാഗം എവിടെ വന്നു? മുകളിൽ വന്നു. വീണ്ടും നമ്മൾ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഈ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ സി ഡി മുകളിലേക്കാണ് വരുന്നത്. അപ്പോൾ സി ഡിയിലെ ഡയറക്ഷൻ ഓഫ് കറണ്ട് എങ്ങനെയായിരിക്കും? ഇതാണ് എ ബി സി ഡി, ഇങ്ങനെ എടുക്കണം. ABCD, ഇത് DC ആയിട്ട് എടുക്കണം, ഇത് BA ആയിട്ട് എടുക്കണം. ഓക്കെ, ഇപ്പോൾ ഡയറക്ഷൻ ഓഫ് കറണ്ട് എങ്ങനെയായിരിക്കും? ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇത് ദാറ്റ് ഈസ് എ തമ്പ് റെപ്രസെന്റ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ. സി ഡി മുകളിലേക്കാണ്. ഓക്കെ, ക്ലോക്ക് വൈസ് ആണല്ലോ. ആൻഡ് ദ ഫോർ ഫിംഗർ റെപ്രസെന്റ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇതിലെങ്ങനെയായിരിക്കും? D to C ആയിരിക്കും.
ഡിയിൽ നിന്ന് സിയിലേക്കായിരിക്കും. ഇവിടെ എങ്ങനെയായിരിക്കും? അപ്പോൾ ഇത് താഴോട്ടാണ് പോകണം, അത് ബിയിൽ നിന്ന് എയിലേക്കായിരിക്കും. അപ്പോൾ കറണ്ട് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത് ആർമേച്ചറിൽ? ഡി സി ബി എ ഇങ്ങനെ വന്ന് ഇതിൽ കൂടി വേണം കറണ്ട് ഫ്ലോ ചെയ്യാൻ. ഇതിപ്പോൾ ഏതാണ്? ഇത് ഏത് ബ്രഷാണ്? ദിസ് ഇസ് എ B1. ഇത് എ ബി സിൻ കൊണ്ട് ഇപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണ്? B1ൽ നിന്ന് B2ലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇപ്പോൾ ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. ഡയറക്ഷൻ ഓഫ് കറണ്ട് ചേഞ്ച് ചെയ്തു. 180 ഡിഗ്രി റൊട്ടേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും ഡയറക്ഷൻ ഓഫ് കറണ്ട് B1ൽ നിന്ന് എങ്ങോട്ടായി? B2ലേക്കായി. ക്ലിയർ ആണല്ലോ അല്ലേ? ഇങ്ങനെയാണ് ഡി സി ബി എ ഇങ്ങനെ വന്ന് ഈ B1ൽ നിന്ന് കറണ്ട് എങ്ങോട്ട് പോകുന്ന എക്സ്റ്റേണൽ സർക്യൂട്ട് B2ലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നൗ ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ്. വീണ്ടും 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എത്രയായി? മാക്സിമം വരുന്നു. അപ്പോൾ മാക്സിമം എത്തുമ്പോഴത്തേക്കും അത് എന്ത് ചെയ്യുന്നു? പരമാവധി മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ അത് കട്ട് ചെയ്യുന്നു. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ പരമാവധി ഇത് കട്ട് ചെയ്യുമ്പോഴത്തേക്കും മാക്സിമം ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇവിടെ ഉണ്ടാകും. അപ്പോൾ ഈ സമയത്ത് മാക്സിമം ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, നൗ യു സി armature is cutting maximum magnetic lines of force after rotating further 90 degree. This is a CD and this is AB, അതായത് DC AB. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്ന എവിടെ നിന്നാണ്? B1ൽ നിന്ന് B2ലേക്കാണ്. ഡയറക്ഷൻ ഓഫ് കറണ്ട് ചേഞ്ച് ചെയ്തു. നേരത്തെ B2ൽ നിന്ന് 180 റൊട്ടേഷന് മുമ്പ് B2ൽ നിന്ന് B1ലേക്കായിരുന്നു. ഇപ്പോൾ B1ൽ നിന്ന് B2ലേക്കാണ്. വീണ്ടും മാക്സിമത്തിൽ നിന്ന് വീണ്ടും റൊട്ടേറ്റ് ചെയ്യുന്നു. പരമാവധി റൊട്ടേറ്റ് ചെയ്ത് വീണ്ടും എത്രയാവുന്നു? 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ എന്ത് ചെയ്തു? ഇനീഷ്യൽ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഇപ്പോൾ കറണ്ട് എത്രയായിട്ട് മാറുന്നു? 0 ആയിട്ട് മാറുന്നു. ഇപ്പോൾ ടോട്ടല് ഇപ്പോഴും ഡയറക്ഷൻ ഓഫ് കറണ്ട് എവിടെ നിന്നാണ്? B1ൽ നിന്ന് B2ലേക്ക് തന്നെയാണ്. ഇപ്പോൾ ഇത് എത്ര കംപ്ലീറ്റ് റൊട്ടേഷൻ, എത്ര ഡിഗ്രി ഇത് റൊട്ടേറ്റ് ചെയ്തു? 360 ഡിഗ്രി ഇത് റൊട്ടേറ്റ് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ 360 ഡിഗ്രി റൊട്ടേഷന് ഈ ആർമേച്ചർ എടുക്കുന്ന ടൈമിന് നമ്മൾ പറയുന്ന പേരാണ് ടൈം പീരീഡ്സ്. ദ ടൈം ടേക്കൺ ഫോർ കംപ്ലീറ്റ് റൊട്ടേഷൻ, അതായത് ടു റൊട്ടേറ്റ് 360 ഡിഗ്രി. The time taken for 360 degree rotation is known as the time periods. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ആർമേച്ചർ എന്ത് മനസ്സിലാക്കി? 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു ഡയറക്ഷനും ആഫ്റ്റർ 180 ഡിഗ്രി റൊട്ടേഷൻ കഴിയുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 180 ഡിഗ്രി റൊട്ടേഷനിൽ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുന്നത് B2ൽ നിന്ന് B1ലേക്കും ആഫ്റ്റർ 180 കഴിയുമ്പോഴത്തേക്കും B1ൽ നിന്നും B2ലേക്കായി മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ ആക്ടിവിറ്റി കണ്ടല്ലോ. ഇതിൽ ജനറേറ്ററിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? ഒരു ജനറേറ്ററിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് പറയാമോ? പരീക്ഷണത്തിൽ മനസ്സിലായ കാര്യങ്ങൾ, ആ ആക്ടിവിറ്റി പ്രവർത്തനത്തിൽ മനസ്സിലായ കാര്യങ്ങളൊന്ന് പറയും. വെരി ഗുഡ്. എന്താണ് ആ കുട്ടി പറഞ്ഞു? ഒന്നാമത്തെ എന്താണ്? ഒരു ഫീൽഡ് മാഗ്നറ്റ്, ഒരു കാന്തമുണ്ട്. ഫീൽഡ് മാഗ്നറ്റ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഫീൽഡ് മാഗ്നറ്റ് അല്ലെങ്കിൽ കാന്തം ഉപയോഗിക്കും. വെരി ഗുഡ്, കൊള്ളാം. അടുത്ത ആൾ പറയും. രണ്ടാമത്തെ പാർട്ട് എന്തായിരുന്നു? രണ്ടാമത്തെ പാർട്ട് ആർമേച്ചർ. വെരി ഗുഡ്. രണ്ടാമത്തെ പാർട്ട് ആർമേച്ചറാണ്. ആർമേച്ചർ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? സോഫ്റ്റ് അയൺ കോറിൽ എന്താണ്? കവചിത കമ്പികൾ ചുറ്റിയെടുത്ത ഒരു ക്രമീകരണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർമേച്ചർ എന്ന് പറയുന്നത്. ആർമേച്ചർ ഒരു ഒരു അക്ഷത്തെ, ഒരു ആക്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്? കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് കാണിച്ചിരിക്കുന്നത്. അതിലൊരു സോഫ്റ്റ് അയൺ കോർ വെച്ചിട്ടുണ്ട്. എന്തിനാണ് സോഫ്റ്റ് അയൺ കോർ വെച്ചിരിക്കുന്നത് പറയാമോ? സോഫ്റ്റ് അയൺ കോർ വയ്ക്കുമ്പോൾ അവിടെ ജനറേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ശക്തി എന്ത് ചെയ്യും? കൂടും. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ശക്തി കൂടുന്നതിന് വേണ്ടിയാണ് സോഫ്റ്റ് അയൺ കോർ അവിടെ വെച്ചിരിക്കുന്നത്. ക്ലിയർ? മൂന്നാമത്തെ പാർട്ട് എന്താണ്? സ്ലിപ്പ് റിംഗ്. സ്പ്ലിറ്റ് അല്ല, സ്ലിപ്പ് റിംഗ്. മൂന്നാമത്തെ പാർട്ട് ആണ് സ്ലിപ്പ് റിംഗ്. സ്ലിപ്പ് റിംഗ് എങ്ങനെയാണ്? ആർമേച്ചറിന്റെ ആ എൻഡിൽ നമ്മൾ ആക്ടിവിറ്റി കണ്ടായിരുന്നു. ആർമേച്ചറിന്റെ എൻഡിനോട് ചേർത്ത് വിളക്കി ചേർത്ത ഒരു പൂർണ്ണ വളയം, ഒരു കംപ്ലീറ്റ് സർക്കിളാണ് അല്ലെ? കംപ്ലീറ്റ് സർക്കിളാണ്. ആർമേച്ചർ റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് നമ്മൾ ചിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചെയ്ത ആക്ടിവിറ്റിയിൽ നമ്മൾ കണ്ടു. ഇവിടെ കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിലേക്ക് വിളക്കി ചേർത്ത് വെൽഡ് ചെയ്ത ഒരു കംപ്ലീറ്റ് സർക്കുലർ റിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ലിപ്പ് റിങ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ലിപ്പ് റിങ് എപ്പോഴും ഇതുമായിട്ട് എന്ത് ചെയ്തു? സ്ലിപ്പ് റിങ് ഇതിലേക്ക് എന്ത് ചെയ്യുക? വിളക്കി ചേർത്തിരിക്കുകയാണ്, വെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് മൂന്നാമത്തെ പാർട്ട്. ക്ലിയർ ആണല്ലോ?
ഇനി ഇതിൽ നാലാമത്തെ പാർട്ട് എന്താണ്? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതിന് നമ്മൾ ബ്രഷ് എന്നാണ് വിളിക്കുന്നത്. സാധാരണ ബ്രഷ് അല്ല കേട്ടോ, ഇത് ഗ്രാഫൈറ്റ് ബ്രഷാണ്. എന്താണ് ഗ്രാഫൈറ്റിൻ്റെ പ്രത്യേകത? കാർബണിൻ്റെ വിവിധ അലോട്രോപിക് ഫോംസ് നിങ്ങൾ കെമിസ്ട്രി പഠിച്ചതാണല്ലോ 9ാം ക്ലാസ്സിൽ. ഏതൊക്കെയാണ് അലോട്രോപിക് ഫോംസ്? ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, ഡയമണ്ട് അല്ല, അങ്ങനെ ധാരാളം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഗ്രഫീൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഗ്രാഫൈറ്റിൻ്റെ പ്രത്യേകത നമ്മൾ പെൻസിലൊക്കെ ഉപയോഗിക്കുന്ന ആ ലെഡാണല്ലോ ഗ്രാഫൈറ്റ്. അത് വൈദ്യുതിയെ കടത്തി വരും. ഇറ്റ് ഈസ് ദ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. വൈദ്യുതിയുടെ ഒരു ചാലകമാണ് ഗ്രാഫൈറ്റ്. അതുകൊണ്ട് ഗ്രാഫൈറ്റാണ് നമ്മൾ ബ്രഷായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തിയറി അനുസരിച്ച് ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഈ എന്ത് കറങ്ങുന്നു? ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവണം? വൈദ്യുതി ഉണ്ടാവണം. ആ വൈദ്യുതിയെ പുറത്തേക്ക് എടുക്കണ്ടേ? പുറത്തേക്ക് എടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സംവിധാനത്തിനെയാണ് ഈ ബ്രഷ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അവിടെയാണ് നമ്മൾ ബ്രഷ് ഉപയോഗിക്കുന്നത്. ആ ബ്രഷ് എന്ത് ബ്രഷാണ്? ഗ്രാഫൈറ്റ് ബ്രഷാണ്. ഇറ്റ്സ് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഇതാണ് ഔട്ട്പുട്ടിലേക്ക് കറണ്ട് എടുക്കുന്ന സംവിധാനം. അങ്ങനെ 4 പാർട്ടുകളാണ്. സോ 4 മെയിൻ പാർട്സ് ഓഫ് ജനറേറ്റർ, AC generator are field magnet, armature, slip rings and brush. ക്ലിയർ ആണല്ലോ? അപ്പോൾ 4 ഭാഗങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ ചിത്രം കണ്ട് അത് മനസ്സിലായി. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ഫീൽഡ് മാഗ്നറ്റ് ഈ ആക്ടിവിറ്റിയിൽ കാണിച്ചിരിക്കുന്ന പോലെയല്ല, വേറൊരു ചിത്രം കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതൊരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണ്. ഇനി നമ്മുടെ ആക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയ കാര്യത്തിലേക്ക്, ഈ ചിത്രത്തിലേക്ക്, നമ്മൾ അതിൻ്റെ ചിത്രീകരണത്തിലേക്കും വിശദീകരണത്തിലേക്കും നമുക്കൊന്ന് കടക്കാം. അതായത് ഇവിടുത്തെ ആർമേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ABCD എന്നാണ് ആർമേച്ചറിന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റിയിൽ എവിടെയായിരുന്നു? ഈ ചിത്രത്തിൽ ഇങ്ങനെയായിട്ട് കാണിച്ചിരിക്കുന്നത്. പക്ഷെ ശരിക്കും ഇരിക്കുന്നത് എങ്ങനെയാണ്? ഈ ഒരു ചിത്രം കൂടെ തന്നെ, ഗ്രാഫിക് ചിത്രീകരണത്തിൻ്റെ ഈ ഒരു ചിത്രീകരണം കൂടെ നമ്മളൊന്ന് കാണിച്ചു തരാം, ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇരിക്കുന്നത് ആർമേച്ചർ എങ്ങനെയാണ് ഇരിക്കുന്നത്? The plane of the armature is perpendicular to the magnetic lines of force. Magnetic lines of force perpendicular ആയിട്ടാണ് എന്തിരിക്കുന്നത്? The plane of the armature. അതിൽ ABCD നമ്മൾ എടുക്കുകയാണെങ്കിൽ AB താഴെയാണ്. നമ്മൾ ആക്ടിവിറ്റി പറഞ്ഞായിരുന്നു. CD എവിടെയാണ്? ABCD ഇങ്ങനെയാണ് വന്നിരുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ഈ ABയുമായിട്ട് ടച്ച് ചെയ്തിരിക്കുന്ന ബ്രഷ് ഏതാണ്? ബ്രഷ് B1 അല്ല, ചിത്രത്തിൽ കാണാം, ബ്രഷ് B1 ആണ്. ഇനി CDയുമായി കണക്ട് ചെയ്തിരിക്കുന്ന ടച്ച് ചെയ്തിരിക്കുന്ന ഓൾവേസ് ടച്ചിങ് വിത്ത് CD ഏതാണ്? ബ്രഷ് B2 ആണ്. ഇനി ഇത് നമ്മൾ ഫസ്റ്റ് ഈ ചിത്രത്തിൽ നമ്മൾ നോക്കുക. Now suppose that the plane of the armature ABCD is perpendicular to the magnetic lines of force എന്ന് വിചാരിക്കും. അതായത് റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ അവസ്ഥയിൽ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഇൻഡ്യൂസ്ഡ് കറണ്ട് എത്രയായിരിക്കും? ബിക്കോസ് ദ ആർമേച്ചർ ഇസ് സ്റ്റേഷനറി, നോ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് of the field magnet are cutting, so no induced current is produced. കറണ്ട് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് നമുക്ക് എന്താ എടുക്കാം? അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF എന്തായിട്ട് എടുക്കാം? 0 ആയിട്ട് എടുക്കാം. കറണ്ട് കൂടുമ്പോൾ EMFും കൂടും. അതാണ് ഓംസ് ലോ പറയുന്നത്. V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? I. As I increases, V increases. As I decreases, V decreases. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് നമുക്ക് എന്തായിട്ട് എടുക്കാം? 0 വോൾട്ടേജ്. അതാണ് അതിൻ്റെ ഗ്രാഫിൽ അങ്ങനെയാണ് നമ്മൾ രേഖപ്പെടുത്തുക. വോൾട്ടേജ് ആണ് രേഖപ്പെടുത്തുന്നത്, കറണ്ട് അല്ല രേഖപ്പെടുത്തുന്നത്. ഇൻഡ്യൂസ്ഡ് EMF ആണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് the plane of the armature is perpendicular to magnetic field, the magnetic lines of force പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMFും ഇൻഡ്യൂസ്ഡ് കറണ്ടും 0 ആണ്. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ. ഇനി now suppose the armature is start rotating in the anti-clockwise direction. പ്രദക്ഷിണ ദിശയിൽ വലതുവശത്തേക്ക് ചലിക്കാൻ തുടങ്ങുകയാണ് എന്ന് കരുതുക. അപ്പോൾ അങ്ങനെ വലതുവശത്തേക്ക് ചലിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ABയിൽ ഈ ആർമേച്ചറിൽ കറണ്ട് ഉണ്ടാവും. ആർമേച്ചറിൽ കറണ്ട് ഉണ്ടാകുമ്പോൾ ABയിലെ താഴെയുള്ള ABയിലെ കറണ്ടും മുകളിലെ CDയിലെ കറണ്ടും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ മൊത്തം കറണ്ടിൻ്റെ ഫ്ലോ നമുക്ക് ആർമേച്ചറിൽ കിട്ടും. വാട്ട് ഇസ് ഫ്ലോ ഓഫ് കറണ്ട് ത്രൂ ദ ആർമേച്ചർ? അപ്പം ഞാൻ 2 സ്ട്രെയിറ്റ് കണ്ടക്ടറായിട്ട് എടുക്കുകയാണ്. ഏതാണ്? ഒന്ന് AB, താഴെയുള്ള AB, മുകളിലുള്ള CD എടുക്കുക. ഈ ചിത്രത്തിലുള്ള ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഇതിൽ ഞാൻ പറയും. ചിത്രം നിങ്ങൾ റെഫർ ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ABയിലെ കറണ്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആക്ടിവിറ്റി കൃത്യമായിട്ട് പറഞ്ഞായിരുന്നു. ഫ്ലെമിങ്സിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ആണ്. ഫ്ലെമിങ്സിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക എന്താണ്? ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നോർത്ത് നിന്ന് സൗത്ത്. ഇനി AB എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആർമേച്ചർ മൂവ് ചെയ്യുമ്പോൾ മുകളിലേക്ക് ചലിക്കണം. അല്ല, ഇങ്ങനെയല്ലേ ചലിക്കണം? AB താഴെയാണ്, അത് മുകളിലേക്ക് ചലിക്കാൻ തുടങ്ങണം. അപ്പോൾ AB ഈസ് കമ്മിങ് അപ്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ ഇത് ഈ ഡയറക്ഷൻ നോർത്ത് ടു സൗത്ത്, ഇത് ഈ ഡയറക്ഷനിൽ പെർപെൻഡിക്കുലർ ആണ്. Then what is the direction of the induced current in the AB? കൃത്യമായിട്ട് ആക്ടിവിറ്റി പറയുന്നുണ്ട്.
ഏത് ഡയറക്ഷനിലാണ്? എ ടു ബി ആണ്. എ ടു ബി ആണ് കറണ്ട്. അപ്പോൾ എ ബി മുകളിലേക്ക് പോകുമ്പോൾ എ ബി അല്ലേ, ദ മോഷൻ ഓഫ് ദ കണ്ടക്ടർ എ ബി അത് മാത്രം എടുക്കുകയാണെങ്കിൽ, ആർമേച്ചറിന്റെ എ ബി എന്ന പാർട്ട് മാത്രം എടുക്കുകയാണെങ്കിൽ, എ ബി മുകളിലേക്ക് പോകുമ്പോൾ എ ബിയിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? എ ടു ബി ആയിരിക്കും. ഇനി നമുക്ക് സി ഡി വരാം. എ ബി മുകളിലേക്ക് പോകുമ്പോൾ സി ഡി എന്ത് ചെയ്യണം? താഴേക്ക് വരും. അവിടെ നമുക്ക് ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂള് അപ്ലൈ ചെയ്യാതെ തന്നെ എ ബിയുടെ ഇഫക്റ്റ് വെച്ച് പറയാൻ പറ്റും. ഇപ്പൊ സി ഡി താഴോട്ട് പോകുമ്പോൾ, സി ഡി താഴോട്ട് പോകുന്നു, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷന് മാറ്റമില്ല. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന കറണ്ട് ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? എ ബി ഡയറക്ഷൻ എ ടു ബി ഇങ്ങോട്ടാണ്. അപ്പോൾ ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? സി ടു ഡി ഇങ്ങോട്ടായിരിക്കും. അത് അങ്ങോട്ട് എ ബിയിൽ നിന്ന് കറണ്ട് ഡയറക്ഷൻ അങ്ങോട്ടാണെങ്കിൽ സി ഡിയിൽ കറണ്ട് ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും, സി ടു ഡി ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആർമേച്ചർ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? എ ത്രൂ ആർമേച്ചർ എങ്ങനെയാണ്? എ ബി സി ഡി ഇങ്ങനെയായിരിക്കും കറണ്ട് ഡയറക്ഷൻ. ആക്ടിവിറ്റി പറയുന്നുണ്ട്. അങ്ങനെ എ ബി സി ഡിയിൽ നിന്ന് വന്നിട്ട് എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കറണ്ട് വന്നെ എങ്ങനെയായിരിക്കും? ബ്രഷ് എന്ന് വരും. എ ബി സി ഡി വന്നിട്ട് പുറത്തേക്ക് തന്നെ എങ്ങനെയാണ്? സി ഡി ഡിയിൽ നിന്ന് പുറത്ത് വന്ന് സി ഡിയുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന ബ്രഷ് ഏതാണ്? ബി ടു. അപ്പോൾ ബി ടുവിൽ നിന്ന് കറണ്ട് എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കൂടി വന്ന് എവിടെ വരുന്നു? ബി വണ്ണിലേക്ക് വരുന്നു. വീണ്ടും പോയി കറണ്ട്. ഇങ്ങനെയാണ് സർക്യൂട്ട് കംപ്ലീറ്റ് ആകുന്നത്. സോ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കൂടി കറണ്ട് വരുന്നത് എവിടെ നിന്നാണ്? ബി ടുവിൽ നിന്ന് ബി വണ്ണിലേക്കാണ്. ക്ലിയർ ആണല്ലോ? ഇനി 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് 90 ഡിഗ്രി ആകുമ്പോൾ, 90 ഡിഗ്രി റൊട്ടേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ ഇങ്ങനെയാണ് ഇരുന്നത്. 90 ഡിഗ്രി റൊട്ടേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ ആ ആക്ടിവിറ്റി നമ്മൾ കണ്ടായിരുന്നു. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ ആർമേച്ചർ പരമാവധി കട്ട് ചെയ്യുന്നു, മാക്സിമം കട്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ ആർമേച്ചറിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ട് എങ്ങനെയായിരിക്കും? ഏറ്റവും മാക്സിമം ആയിരിക്കും. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എങ്ങനെയായിരിക്കും? ഏറ്റവും മാക്സിമം ആയിരിക്കും. So after completing 90 degree rotation, we can see that maximum induced current or maximum EMF is induced in the solenoid എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ക്ലിയർ? അപ്പോൾ ഗ്രാഫ് പോകുന്ന നോക്കിയേ. 0 ഡിഗ്രിയിൽ നിന്ന് അത് കറങ്ങി നമുക്ക് ഗ്രാഫായിട്ട് രേഖപ്പെടുത്താം. ഇൻഡ്യൂസ്ഡ് EMF 0 ഡിഗ്രിയിൽ നിന്ന് 90 ഡിഗ്രി കുറയുമ്പോൾ കയറി എവിടെ വരുന്നു? മാക്സിമം. അപ്പോൾ എത്ര ഡിഗ്രി കറങ്ങി? 90 ഡിഗ്രി. അതിന് കാരണം എന്താണ്? മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ പരമാവധി ആര് കട്ട് ചെയ്തു? ആർമേച്ചർ കട്ട് ചെയ്തു. ഏത് ഡയറക്ഷനിലാണ് പോകുന്നത്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇനി വീണ്ടും ആർമേച്ചർ എന്ത് ചെയ്യുന്നു? വീണ്ടും കറങ്ങാം. ഇപ്പം എ ബി ഈ വശത്ത് ഇങ്ങനെയായി, സി ഡി വശത്തിരിക്കുന്നു. വീണ്ടും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്ത് വീണ്ടും 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരുന്നു? എ ബി മുകളിൽ, ഞാൻ കളർ കൊടുത്തിട്ടുണ്ട്. താഴെയുള്ള എ ബി ഇപ്പോൾ ഇവിടെ വന്നു, മുകളിൽ വന്നു. സി ഡി എവിടെ വന്നു? താഴെ. ഇപ്പോൾ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ കട്ട് ചെയ്യുന്ന അളവ് എങ്ങനെയാണ്? കുറവാണ്. കുറഞ്ഞ് അത് എത്രയായിട്ട് വരുന്നു? അവസാനം അത് 0യിലേക്ക് വരുന്നു. ക്ലിയർ അല്ലേ? കൃത്യമായിട്ട് അത് 0യിലേക്ക് വരുന്നു. ആ മാഗ്നറ്റിക് ലൈൻ, അപ്പോൾ കറണ്ട് ഇൻഡ്യൂസ്ഡ് EMF കുറഞ്ഞ് അവസാനം അത് 0യിൽ വരുന്നു. ഇപ്പോഴും ഡയറക്ഷൻ ഓഫ് കറണ്ട് മാറിയിട്ടില്ല. കാരണം എ ബി എപ്പോഴും എങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്? ഈ വന്നതിന് പൊസിഷന് ശേഷം 180 ഡിഗ്രി തിരിഞ്ഞ് വന്നപ്പോൾ മുകളിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത സെക്കൻഡ്, അപ്പോൾ 180 ഡിഗ്രി റൊട്ടേഷനിൽ നമുക്ക് ഗ്രാഫ് ഒരു റാ പോലെ കിട്ടി. ഇതാണ് ഹാഫ് റൊട്ടേഷൻ. ക്ലിയർ അല്ലേ? ഹാഫ് റൊട്ടേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് എ സി കറണ്ടിൻ്റെ ഒരു എന്ത് കിട്ടി? അതിൻ്റെ ഒരു ഗ്രാഫ് നമുക്ക് കിട്ടി. ശരിയാണല്ലോ? ഒരു റാ ഷേപ്പിലുള്ള ഒരു ഗ്രാഫ് കിട്ടി. ഇനി അടുത്ത 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാനായിരിക്കും. 180 ഡിഗ്രി, അടുത്ത 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എ ബി അങ്ങോട്ട് പോകുന്നു താഴോട്ടും, സി ഡി അങ്ങോട്ട് വരുന്നു മുകളിലേക്ക്. എ ബി താഴോട്ടും സി ഡി മുകളിലേക്ക്. അപ്പോൾ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? സി ഡിയുടെ ഡയറക്ഷൻ നമുക്ക് നോക്കാം. ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ സി ഡിയിൽ കറണ്ട് ഇപ്പം എങ്ങനെയായിരിക്കും? എ ബി ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. എ ബി സി ഡി ഇങ്ങനെ എടുക്കണം. എ മുകളിൽ എ ബി സി ഡി. അപ്പോൾ സി ഡിയുടെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? മുകളിലേക്കാണ് വരുന്നത്. ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഡി ടു സി ആയിരിക്കും. ഡി ടു സി ആയിരിക്കും. ഡി ടു സിയിലായിരിക്കും സി ഡി. ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ ദി സി ഡി വിൽ ബി ഫ്രം സി ടു ഡി ടു സി ആയിരിക്കും. ഡിയിൽ നിന്ന് സിയിലേക്കായിരിക്കും. ക്ലിയർ അല്ല? കാരണം സി ഡി മുകളിലേക്കാണ്. എ ബിയിൽ എങ്ങനെയായിരിക്കും? താഴോട്ട് വരുമ്പോൾ അവിടെ നിന്ന് ഇത് അവിടെ നിന്ന് അങ്ങോട്ടായിരിക്കും. ഡി ടു സി ആയിരിക്കുമ്പോൾ ഇത് അവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? എ ടു ബി ടു എ ആയിരിക്കും. ബി ടു എ. ഇത് ഡി ടു സി ആയിരിക്കുമ്പോൾ ഇത് ബി ടു എ. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇപ്പൊ കറണ്ട് വന്നെ എങ്ങനെയാണ്? ഡി സി ബി എ.
വന്നിട്ട് ഡി സി, ആർമേച്ചറിൽ കറണ്ട് ഡയറക്ഷൻ ഇങ്ങനെയാണ്, ഡി സി ബി എ വന്നിട്ട് പുറത്തേക്ക് വന്നിട്ട് ഏത് ബ്രഷിലേക്കാണ് വരുന്നത്? ബിയും എ ബിയുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ബ്രഷ് ഏതാണ്? B1. അപ്പം ഔട്ട്പുട്ടിൽ വരുന്നത് B1-ൽ നിന്ന് B2-ലേക്കാണ്. B1-ൽ നിന്ന് B2-ലേക്കാണ് ഔട്ട്പുട്ട് കറണ്ട് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഡയറക്ഷൻ എന്ത് ചെയ്തു? ആദ്യത്തെ 180 ഡിഗ്രി റൊട്ടേഷൻ, ഹാഫ് റൊട്ടേഷനിൽ B2-ൽ നിന്ന് B1-ലേക്കായിരുന്നു. ഇപ്പോൾ എവിടെ നിന്നായി? B1-ൽ നിന്ന് B2-ലേക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഈ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ മുകളിലേക്ക് പോയ നമ്മുടെ ഗ്രാഫിൽ നോക്കൂ, അത് താഴോട്ട് പോവുകയാണ്. B1-ൽ നിന്ന് B2-ലേക്കാണ് ഇപ്പോൾ കറണ്ട് പോകുന്നത്. വീണ്ടും അത് എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും പരമാവധി മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്യുന്നു. അപ്പോൾ കറണ്ട് താഴെ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പതിയെ കൂടി 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 അത് ടോപ്പിലെത്തും. ക്ലിയർ അല്ലേ? വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ അടുത്ത 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ എ ബി താഴെ വരുന്നു, സി ഡി മുകളിൽ വരുന്നു. വീണ്ടും കറണ്ടിന്റെ ഇൻഡ്യൂസ്ഡ് EMF കുറഞ്ഞു എവിടെ വരുന്നു? 0 വരുന്നു. സോ അപ്പോൾ നമ്മൾ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ടോട്ടൽ നമ്മൾ എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു നമ്മുടെ ആർമേച്ചർ? ഹൗ മച്ച് ഡിഗ്രി റൊട്ടേറ്റ് ദ ആർമേച്ചർ ഫോർ കംപ്ലീറ്റ് 1 റൊട്ടേഷൻ? ഒരു റൊട്ടേഷന് വേണ്ടി എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു? 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു മനസ്സിലാക്കാനായിട്ട്. ശരിയല്ലേ? For 1 complete rotation, armature is rotated through 360 degree എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Through half rotation it turns to 180 degree, and for another half rotation it turns to 180 degree rotation. ഈ ആദ്യത്തെ 180 ഡിഗ്രി റൊട്ടേഷനുള്ള എ സിയും അടുത്ത 180 ഡിഗ്രി റൊട്ടേഷനുള്ള എ സിയും ഒരേ ഡയറക്ഷനിലാണോ? അല്ല, അത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഒന്ന് പോസിറ്റീവ് ഡയറക്ഷൻ ആണെങ്കിൽ ഒന്നെന്താണ്? നെഗറ്റീവ് ഡയറക്ഷനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 180 ഡിഗ്രി റൊട്ടേഷനുള്ള എ സിയുടെ ഗ്രാഫും അടുത്ത 180 ഡിഗ്രി റൊട്ടേഷനുള്ള എ സിയുടെ ഗ്രാഫും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് ഒരു സൈക്കിൾ കിട്ടുന്നത്. സോ 1 സൈക്കിൾ ഓഫ് എ സി റെപ്രസെൻറ്റ്സ് ദ 1 കംപ്ലീറ്റ് റൊട്ടേഷൻ ഓഫ് ദ ആർമേച്ചർ. അതാണ് ആ ഗ്രാഫിൽ നിന്ന് വരുന്നത്. ഒരു 1 കംപ്ലീറ്റ് റൊട്ടേഷൻ ഓഫ് ആർമേച്ചർ പൂർത്തീകരിക്കുമ്പോഴാണ് നമുക്ക് 1 സൈക്കിൾ അല്ലെങ്കിൽ ഒരു പരിവൃത്തി നമുക്ക് ലഭിക്കുക. ഇതാണ് എ സിയുടെ ഒരു പരിവൃത്തി അല്ലെങ്കിൽ 1 സൈക്കിൾ. 1 cycle of AC represents the complete when one complete rotation armature is completed, we get the graph of an AC that is known as 1 cycle. അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ 1 സൈക്കിൾ എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇത് അതുപോലെ തന്നെ ഒരു കംപ്ലീറ്റ് റൊട്ടേഷന്, ഒരു സൈക്കിൾ പൂർത്തീകരിക്കുന്നതിന് ആർമേച്ചർ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പീരീഡ് എന്ന് പറയുന്നത്. So period is the time taken by the armature to complete 1 rotation, 1 complete rotation, like to rotate 360 degree. അതിനെയാണ് ടൈം പീരീഡ്. ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇതുകൊണ്ടാണ്, ക്യാപിറ്റൽ ടി കൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ്സ് ആണ്. SI യൂണിറ്റ് എന്നാണ്, സെക്കൻഡ്സ് ആണ്. ഇനി എന്താണ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി എന്നുള്ളത് എന്താണ്? ഒരു സെക്കൻഡിൽ ആർമേച്ചർ കംപ്ലീറ്റ് ചെയ്യുന്ന റൊട്ടേഷനുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഫ്രീക്വൻസി അഥവാ ആവൃത്തി എന്ന് പറയുന്നത്. സോ ദ നമ്പർ ഓഫ് കംപ്ലീറ്റ് റൊട്ടേഷൻസ് മെയ്ഡ് ബൈ ദ ആർമേച്ചർ ഇൻ 1 സെക്കൻഡ് ഇസ് കോൾഡ് ഫ്രീക്വൻസി ഓഫ് ദി ആർമേച്ചർ. ഒരു സെക്കൻഡിൽ ആർമേച്ചർ പൂർത്തീകരിക്കുന്ന സൈക്കിളുകളുടെ എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് ഫ്രീക്വൻസി അഥവാ ആവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെർട്സ്, HERTZ, ഹെർട്സ് അഥവാ സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ദ നമ്പർ ഓഫ് സൈക്കിൾസ്, ദ നമ്പർ ഓഫ് റൊട്ടേഷൻസ് കംപ്ലീറ്റഡ് ബൈ an armature in 1 second is called എന്താണ്? ഫ്രീക്വൻസി അഥവാ ആവൃത്തി എന്ന് നമുക്ക് പറയാം. ഇതിൻ്റെ യൂണിറ്റ് ഹെർട്സ് അല്ലെങ്കിൽ സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ്. നമ്മുടെ ഇന്ത്യയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ മുഖേനയാണ്, അല്ലെങ്കിൽ വൈദ്യുതകാന്തിക പ്രേരണ തത്വം ഉപയോഗിച്ചാണ്. ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയുടെ ആവൃത്തി അഥവാ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ്. 50 ഹെർട്സ് ആണ് എന്ന് മനസ്സിലായി. ദാറ്റ് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് കറന്റ് ഓർ AC പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ഈസ് 50 ഹെർട്സ് അല്ലെങ്കിൽ 50 സൈക്കിൾസ് പെർ സെക്കൻഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയുടെ ആവൃത്തി എത്രയാണെന്ന് പറഞ്ഞത്? 50 ഹെർട്സ് ആണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദിശ എത്ര പ്രാവശ്യമാണ്?
ഒരു സൈക്കിൾ നമ്മൾ എടുക്കുമ്പോൾ എന്താണ്? പോസിറ്റീവ് നെഗറ്റീവ്. ഒരു ഭാഗം പോസിറ്റീവും ഹാഫ് റൊട്ടേഷൻ പോസിറ്റീവും അടുത്ത ഹാഫ് റൊട്ടേഷൻ എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ 50 ഹെർട്സ് എന്ന് പറയുമ്പോൾ 50 സൈക്കിൾ പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ 50 പോസിറ്റീവും 50 നെഗറ്റീവും. So we can see that if the frequency of AC produced in India, that means that 50 times the direction of alternating current changes to positive and negative എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം ഒരു സെക്കൻഡിൽ ഇതിൽ കൂടി എത്ര സൈക്കിളുകൾ കടന്നു പോകുന്നുണ്ട്? 50 സൈക്കിളുകൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ 50 പ്രാവശ്യം അതിൽ പോസിറ്റീവും 50 പ്രാവശ്യം നെഗറ്റീവും ഉണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ക്ലിയർ അല്ലേ? ഈ ഗ്രാഫിൽ നമ്മൾ ഒരു കാര്യവും കൂടി നമുക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്താനായിട്ട് സാധിക്കും. എന്താണ്? നമ്മൾ റൊട്ടേഷനാണ് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ നമ്മൾ ടൈം പീരീഡ് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ ഹാഫ് റൊട്ടേഷൻ, വാട്ട് ഈസ് എ ടൈം പീരീഡ്? പീരീഡ് എന്തായിരുന്നു? ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എടുക്കുന്ന ടൈമിനെയാണ് ടൈം പീരീഡ്. അത് ഏത് ലെറ്റർ കൊണ്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ ടി ഉപയോഗിച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റൊട്ടേഷൻ, ഈ ഗ്രാഫിൽ ഒരു റൊട്ടേഷൻ നമ്മൾ പൂർത്തീകരിക്കുമ്പോൾ അതൊരു സൈക്കിൾ കിട്ടുന്നു. അതിന് ടി ആണ്. ഇപ്പോൾ 0-ൽ തുടങ്ങി അവസാനം നമ്മൾ ടി ആണ്. ഇനി എൻ്റെ ഹാഫ് വരെ എടുക്കുന്നതിന് ഹാഫ് റൊട്ടേഷൻ എത്ര എടുക്കും? ടിയുടെ പകുതി, T/2. അതിൻ്റെ 90 ഡിഗ്രി എന്ന് പറയുന്നത് 360യുടെ എത്രയാണ്? 90 ഡിഗ്രി എന്ന് പറയുന്നത് എത്ര എടുക്കും? 180 ഡിഗ്രിക്ക് T/2. അപ്പോൾ അതിൻ്റെ പകുതി 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ T/2ൻ്റെ പകുതി എന്താ? T/4. അപ്പോൾ T/4 90 ഡിഗ്രിക്ക് എടുക്കുന്ന ടൈം T/4, 180 ഡിഗ്രിക്ക് T/2, 270 ഡിഗ്രിക്ക് എടുക്കുന്ന ടൈം എത്രയായിരിക്കണം? അതിൻ്റെ മുക്കാൽ, ടിയുടെ മുക്കാൽ, 3/4T. കംപ്ലീറ്റ് റൊട്ടേഷൻ ചെയ്യുമ്പോൾ 1T. അപ്പോൾ ആ ഗ്രാഫും കൂടെ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമുക്ക് പറയാനുണ്ട്. നമ്മുടെ ഈ ജനറേറ്ററുകളിൽ, വൈദ്യുത നിലയങ്ങളിൽ, പവർ ഹൗസുകളിൽ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ചാണ് നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇങ്ങനെ വലിയ ജനറേറ്ററുകൾ പ്രവർത്തിക്കുമ്പോൾ ഈ ആർമേച്ചർ കറങ്ങുമ്പോൾ നമുക്ക് പുറത്തേക്ക് വൈദ്യുതി എടുക്കാൻ ബ്രഷ് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്താണ്? ഈ സ്ലിപ്പ് റിംഗ്. ഈ വലിയ ജനറേറ്ററുകളിൽ ഈ ആർമേച്ചറെല്ലാം വളരെ വലുതായിരിക്കുമല്ലോ. ആർമേച്ചർ കറങ്ങുന്നതിൻ്റെ ഫലമായിട്ട് ഈ സ്ലിപ്പ് റിങ്ങും ബ്രഷും തമ്മിലുള്ള കോണ്ടാക്ട് മുഖേന അവിടെ ഉണ്ടാക്കുന്ന വൈദ്യുതി എന്തായിരിക്കും? വലിയ ഫീൽഡ് മാഗ്നറ്റ്സ്. സാധാരണ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റാണ് അവിടെ വലിയ ഫീൽഡ് മാഗ്നറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫീൽഡ് മാഗ്നറ്റ്, ഇലക്ട്രോ മാഗ്നറ്റാണ് ഉപയോഗിക്കുന്നത്. വലിയ ഇലക്ട്രോ മാഗ്നറ്റുകൾ ആർമേച്ചറുകൾ കറങ്ങുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വൈദ്യുതി വളരെ കൂടുതലായിരിക്കും. അങ്ങനെ അവിടെ ഉണ്ടാകുന്ന വൈദ്യുതിയും സ്ലിപ്പ് റിങ്ങും ബ്രഷും തമ്മിലുള്ള കോണ്ടാക്ട് ഉണ്ടാകുമ്പോൾ വലിയ സ്പാർക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആർമേച്ചർ ഉണ്ടാകുന്ന വൈദ്യുതി സ്ലിപ്പ് റിങ്ങിലേക്ക് വരികയും സ്ലിപ്പ് റിങ്ങിൽ നിന്ന് ബ്രഷിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ കൂടുതൽ വൈദ്യുതി, വലിയ സ്പാർക്ക് ഉണ്ടാകാനുള്ള സാധ്യത, അങ്ങനെ ധാരാളം വൈദ്യുതി നഷ്ടപ്പെടാനുള്ള സാധ്യത. അതുകൊണ്ട് വലിയ ജനറേറ്ററുകൾ, പവർ ഹൗസുകളിലെ ജനറേറ്ററുകളിൽ ആർമേച്ചർ സ്റ്റേഷനറി ആക്കി വെച്ച് ഫീൽഡ് മാഗ്നറ്റിനെയാണ് കറക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? ഫീൽഡ് മാഗ്നറ്റ് കറങ്ങുന്നതിൻ്റെ ഫലമായിട്ട് ഈ സ്പാർക്ക്, ബ്രഷും സ്ലിപ്പ് റിങ്ങും ഉരസി ഉണ്ടാകുന്ന സ്പാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് കൃത്യമായിട്ട് നമ്മൾ വലിയ പവർ ഹൗസുകളിൽ ആ രീതിയിലുള്ളൊരു ക്രമീകരണമാണ് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ കണ്ടത് ഇരുദിശകളിലേക്കും മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന AC ജനറേറ്ററാണ്. ഇനി ഈ ചിത്രം നോക്കൂ. ഇതിൽ ഒരു ടോർച്ചിൽ അല്ലെങ്കിൽ ബാറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെല്ല്, 1.5 വോൾട്ടേജ് ഉള്ളൊരു സെല്ല്, അതുപോലെ തന്നെ ഒരു ഗാൽവാനോമീറ്റർ, സ്വിച്ച്. കാരണം ഈ കറണ്ട് തന്നെ താങ്ങാനായിട്ട് ആർക്ക് പറ്റില്ല, ഗാൽവാനോമീറ്ററിന് പറ്റില്ല. അപ്പോൾ അതിന് നമ്മൾ അത് പ്രതിരോധിക്കാൻ വേണ്ടി, അതിൻ്റെ ഒഴുക്കിൻ്റെ വേഗത കുറയ്ക്കാൻ വേണ്ടി ഒരു പ്രതിരോധകം എന്നെല്ലാം നമ്മൾ ഈ ക്ലോസ്ഡ് സർക്യൂട്ടിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സ്വിച്ച് ഓൺ ആക്കുന്നതായിരിക്കും. ഗാൽവാനോമീറ്റർ ഇരു ദിശകളിലേക്കും ചലിക്കോ അതോ ഒരു ദിശയിലേക്ക് ചലിക്കും? അത്രയും മാത്രം പറഞ്ഞാൽ മതി. പറയൂ, ഇരു ദിശകളിലേക്കും ചലിക്കോ ഒരു ദിശയിലേക്ക്? വെരി ഗുഡ്. എത്ര ദിശയിലേക്കായിരിക്കും? ഒരു ദിശയിലേക്ക് ചലിക്കൂ. കാരണം സെല്ലിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി ഒരു ദിശയിലുള്ള വൈദ്യുതിയാണ്. പക്ഷെ നമുക്ക് മറ്റ് ജനറേറ്ററിൽ നിന്ന് വൈദ്യുതകാന്തിക പ്രേരണ തത്വം മുഖേന ലഭിച്ച വൈദ്യുതി ഇരു ദിശകളിലേക്കും ചലിക്കുന്ന, ദിശ മാറിക്കൊണ്ട് ഇരു ദിശകളിലേക്കും, പോസിറ്റീവും നെഗറ്റീവിലേക്കും ഡയറക്ഷൻ മാറുന്ന വൈദ്യുതിയാണ്. ഇത് ഒരു ദിശയിൽ മാത്രമുള്ള വൈദ്യുതിയാണ്. അപ്പോൾ സെല്ലിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി എപ്പോഴും
ഒരു ദിശയിലുള്ള വൈദ്യുതി. ഇങ്ങനെ ദ കറണ്ട് വിച്ച് is flowing in the same direction is called direct current. But the current which alternates its direction to positive and negative, which is called alternating current. അപ്പോൾ നമുക്ക് ആ കറണ്ടിനെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഡയറക്റ്റ് കറണ്ട് അതായത് ഡി സി എന്നും ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അതായത് എ സി എന്നും. ഡയറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേർധാരാ വൈദ്യുതി എന്നും എ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യാവർത്തി ധാരാ വൈദ്യുതി, രണ്ടായിട്ട് നമുക്ക് വൈദ്യുതിയെ തരംതിരിക്കാം. സെല്ലുകളിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതികളെല്ലാം നേർധാരാ വൈദ്യുതിയും ഡി സിയും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പവർ ഹൗസുകളും മറ്റും ഉൽപ്പാദിപ്പിക്കുന്ന ജനറേറ്ററിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതികളെല്ലാം എന്താണ്? എ സി വൈദ്യുതി. എ സി ജനറേറ്ററിൻ്റെ ഒരു ആനിമേഷനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് ആർമേച്ചർ. എ ബി സി ഡി എന്നാണ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒരു ഷാഫ്റ്റ് ഉണ്ട്. ഈ ആർമേച്ചർ കറക്കുന്ന ഒരു ഷാഫ്റ്റ് നിങ്ങൾക്ക് ഈ ആനിമേഷനിൽ കാണാവുന്നതാണ്. ആ ഷാഫ്റ്റ് ഉപയോഗിച്ച് വളരെ വേഗത്തിൽ ആർമേച്ചർ കറക്കാൻ സാധിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യേണ്ട ഫീൽഡ് മാഗ്നറ്റ് അത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആർമേച്ചറിലേക്ക് വിളക്കി ചേർത്തിരിക്കുന്ന വെൽഡ് ചെയ്തിരിക്കുന്ന സ്ലിപ്പ് റിങ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് സിലിണ്ടറിക്കൽ ഷേപ്പിലാണ്. അതുപോലെ തന്നെ ആ ബ്രഷുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന ആ സ്ലിപ്പ് റിങ്ങുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന രണ്ട് ബ്രഷസ് കാണാനായിട്ട് സാധിക്കും. B1 B2 എന്ന രണ്ട് ബ്രഷ് കാണാനായിട്ട് സാധിക്കും. ഇനി എ സിയുടെ വർക്കിംഗ് ഓഫ് എ സി ജനറേറ്റർ. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ആർമേച്ചർ കറങ്ങുന്ന ഇതാണ് കാണുന്നത്. ആർമേച്ചർ കറങ്ങുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സിന് എന്തുണ്ടാകുന്നു? മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ മുഖേന ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. ആ ഉണ്ടാകുന്ന കറണ്ട് നമുക്ക് ഗാൽവാനോമീറ്ററിൽ ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ബ്രഷിൽ നിന്നാണ് വരുന്നത്, ബ്രഷിൽ നിന്നാണ് ഔട്ട്പുട്ടിലേക്ക് എടുക്കുന്നത്. അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ബോത്ത് ഡയറക്ഷൻ, വലതുവശത്തേക്കും ഇടതുവശത്തേക്കും അതിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ദിസ് കറണ്ട് ക്യാൻ ബി കോൾഡ് ആസ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് AC എന്ന് വിളിക്കുക. ഇനി ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ദർ ഇസ് ദ പ്ലെയിൻ ഓഫ് ദ ആർമേച്ചർ ഈസ് പെർപെൻഡിക്കുലർ ടു ദി മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആണ് എന്നാണ്. അതിൻ്റെ ലൈൻസ് ഓഫ് ഫോഴ്സ് നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് വരുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നൗ യു ക്യാൻ സീ ദാറ്റ് ദ ആർമേച്ചർ ഈസ് റൊട്ടേറ്റിംഗ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആർമേച്ചർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിന് അനുസരിച്ച് അത് കട്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് ഉണ്ടാവും. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള്. ഓക്കെ, ഇപ്പോൾ ഡയറക്ഷൻ ഓഫ് കറണ്ട് ദ ഫസ്റ്റ് ഹാഫ് റൊട്ടേഷൻ വിൽ ബി B1 to B2 ആയിരിക്കും. ഇപ്പോൾ നൗ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് സ്ലോലി ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് ആൻഡ് നൗ AB താഴെയായിരുന്നു, ഇപ്പോൾ AB ഇവിടെ എത്തി, മുകളിലെത്തി. നൗ അഗെയിൻ ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ്. motion of the conductor, you can see that AB മുകളിലെത്തി. Then again it is starting rotating. Now the direction will be changes from B2 to B1. അപ്പോൾ ആദ്യം B2 to B1 ആയിരുന്നു, then B1 to B2 ആയിരുന്നു. അതിനനുസരിച്ച് ഇവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓരോ ഹാഫ് റൊട്ടേഷൻ അനുസരിച്ച് അതിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് നമുക്കൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉപയോഗിച്ച്, അതായത് 180 ഡിഗ്രി റൊട്ടേഷൻ പൂർത്തീകരിക്കാനായിട്ട് 360 ഡിഗ്രി റൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ട ടൈമിൻ്റെ പേരാണ് നമ്മൾ എന്താണ് അതിന് പറയുന്നത്? ദറ്റ് ഈസ് എ ടൈം പീരീഡ്. ഇത് ആ ഡിഗ്രി റൊട്ടേഷൻ അനുസരിച്ച് നമുക്ക് കൃത്യമായിട്ടൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ആദ്യം ഇത് പ്ലെയിൻ ഓഫ് ദി ആർമേച്ചർ പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്, അപ്പോൾ അത് എത്രയായിരിക്കും? induced EMF 0 again. Now it is starting rotating in the clockwise direction and it becomes parallel to the plane of the armature becomes parallel to the magnetic lines of force, so it cut maximum. So maximum induced EMF is produced. You can see that from the graph maximum is produced. Now it is again starts rotating the clockwise direction so that the plane of the armature becomes perpendicular to the magnetic lines of force. So CD becomes the top and AB becomes in the bottom. So you can see that the current becomes induced EMF becomes 0. Then again it starts rotating in the clockwise direction for 90 degree. Again it rotates. So in the current is decreasing, the direction becomes from the opposite direction. Now you can see that the current in the opposite direction becomes maximum. Then again you can see that it is starting rotating in the clockwise direction. So it completes one complete rotation or 360 degree rotation. So then we can see that the one cycle is completed, so that we get this graph. It is a sine wave.